ഭദ്രകാളിയും ഗുരുവായൂരപ്പനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഗുരുവായൂരപ്പനും കാളിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ഭഗവാൻ എല്ലാവർക്കും ചികിത്സ കൊടുക്കുന്ന ആളാണ്. എന്തിന്? മനസ്സിനാണ് ഭഗവാൻ ചികിത്സിക്കുന്നത്. അവിടെ ഈ പറയുന്ന പീരീഡ്സ് വലിയ ഉത്സവമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മുടെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലും ഈ പീരീഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ പലപ്പോഴും പറയാറുണ്ട് ഈ പീരീഡ്സ് ഉള്ള സമയത്ത്, അങ്ങും പല ഇന്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട്, പീരീഡ്സ് സമയത്ത് സ്ത്രീകളെ മാറ്റി നിർത്തണോ, അല്ലെങ്കിൽ പീരീഡ്സ് സമയത്ത് വിളക്ക് വെക്കാൻ പാടുണ്ടോ? നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കാതെ എത്ര ഭഗവതിയെ പ്രാർത്ഥിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നാണ്. അപ്പൊ ശിവനും ശക്തിയും എന്നാണല്ലോ നമ്മൾ പറയുക, അല്ലെ? അത് രണ്ടും രണ്ട് വസ്തുക്കളല്ല യഥാർത്ഥത്തിൽ, അത് ഒന്ന് തന്നെയാണ്. നമുക്ക് കാണാവുന്ന തരത്തിലേക്ക് പുരുഷനായും പ്രകൃതിയായും മാറി, അല്ലെങ്കിൽ ശിവനായും പാർവതിയായിട്ടും മാറി, ലക്ഷ്മിയായും വിഷ്ണുവായിട്ടും മാറി. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാ, അത് തമ്മിൽ ഭേദഭാവമില്ല. ഈ ഗുരുക്കന്മാർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ കാണുമ്പോൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അവർക്കെന്ത് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കുന്നില്ല, അവരെന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, അവരെന്തിനാണ് മരുന്ന് കഴിക്കുന്നത്, അത്ഭുതങ്ങളുടെ മായാവിക്കഥകൾ എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ ആ കഥകളിലൂടെയാണ് ഇപ്പോഴും ആളുകൾ ദൈവത്തെ കാണുന്നത് എന്നൊരു കാര്യമുണ്ട്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയതയിലേക്ക് ഇറങ്ങുന്ന ഓരോ മനുഷ്യനും അത്ഭുതങ്ങൾക്ക് പുറകെ പോവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അത്ഭുതമാണോ ആത്മീയത? ഒരിക്കലും അല്ല. നോക്കൂ, ഇപ്പം ഒരു ഇപ്പം ഈ പറയപ്പെടുന്ന ഇവരാൾ ദൈവങ്ങൾ എന്ന് വിളിക്കുന്ന, നമ്മൾ ഗുരുനാഥൻ എന്ന് വിളിക്കുന്ന ഒരാള് ഒരു അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാവുന്ന വിമർശനമാണ്, നിങ്ങൾ ദൈവമല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സ്വയം ചികിത്സിച്ച് മാറ്റിക്കൂടാ? കൊറോണ വന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് മറ്റ് ഭക്തരിൽ നിന്ന് അകലം പ്രാപിച്ചു? അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒരു ശരീരം മനുഷ്യ ശരീരത്തിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഏത് ഗുരുനാഥനാണെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അറിവിൽ ഞാൻ പറയുകയാണെങ്കിൽ, ശങ്കര ഭഗവത്പാദർക്ക് അർശസിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹത്തിന് എന്നിട്ട് മാണിഭദ്ര ലേഹ്യം എന്ന് പറഞ്ഞിട്ട് ലേഹ്യം ഉണ്ടായി കൊടുക്കുന്നതിന്റെ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പല ഗുരുക്കന്മാർക്കും പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും അതികഠിനമായിട്ടുള്ള വേദന, എനിക്കത് വിവേകാനന്ദ സ്വാമിക്കാണ് അർശസ് ഉണ്ടായത്, അതോ ഭഗവത്പാദർക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഈ രോഗങ്ങൾ വന്നതിന്റെ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. ഇപ്പൊ നോക്കൂ, സിമ്പിളായിട്ട് ഇപ്പം മൂകാംബികയിലെ ഈ കഷായത്തിന്റെ കഥ, അല്ലെ? ശങ്കര ഭഗവത്പാദർക്ക് ജ്വരം വന്ന സമയത്ത് ദേവി വന്ന് കഷായം കൊടുത്തു, അതുകൊണ്ട് അത് മാറി. എന്താ, അദ്ദേഹം ഭഗവാനല്ലേ, മഹാദേവന്റെ അംശമല്ലേ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റാം? നോക്കൂ, ശരീരം മനുഷ്യൻ്റെതാണെന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അത് അനുഭവിച്ച് തന്നെ തീരണം. എന്താ, ഒരു നിവൃത്തിയില്ല. എത്ര വലിയ വേദനയാണെങ്കിലും ആ വേദന അനുഭവിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഈശ്വരൻ ശരീരത്തിന്റെ രൂപത്തിൽ, ഒരു വിഗ്രഹ രൂപത്തിൽ വരികയാണെങ്കിൽ അതിന് ഈ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ തന്ത്രം അനുസരിച്ചിട്ട് ഇപ്പൊ ഒരു വിഗ്രഹത്തിന്റെ പ്രാണൻ പോകുന്ന ഭാഗത്ത് പൊട്ടലുണ്ടായി കഴിഞ്ഞാൽ വിഗ്രഹം മാറണം എന്നാണ്. എന്താ, അത് ഈശ്വരനല്ലേ, അതിന്റെ വിഗ്രഹത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മള്. കാരണം അതിന് എന്ത് ശരീരം കൊടുത്തിട്ടുണ്ട്? ഒരു ശരീരത്തിലേക്ക് അതിനെ കൊടുത്തിട്ടുണ്ട്. ശരീരത്തിലേക്ക് കൊടുത്ത ശരീരത്തിന്റെ അവസ്ഥകൾ കൂടെ കടന്നു പോവുക. ജനിക്കണം, വിസർജിക്കണം, മരിക്കണം, ഇതുണ്ടാവും. ഇതില്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഇതുപോലെ തന്നെയാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഒരു ചൈതന്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിന്റെ വിഗ്രഹത്തിന് നമ്മളൊരു ഈ സർവ്വതിനും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തെ ഒരു വിഗ്രഹ രൂപത്തിലേക്ക് സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം അതിന് കിട്ടി. പിന്നെ നിങ്ങൾ സർവ്വതിനും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. പിന്നെ ഈ ശരീരത്തിന്റെ ഗുണത്തിനനുസരിച്ച് വർക്ക് ചെയ്യുക. അത്ര അവിടെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന്, ഞാൻ മനുഷ്യ ശരീരത്തിലാണ് ഇരിക്കുന്നതെന്നാണ് അതിന്റെ ഉത്തരം. തീർച്ചയായിട്ടും. വേറൊന്നും പറയാനുണ്ടായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. അതായത് ഗുരുവായൂരപ്പൻ, പലപ്പോഴും വ്യാസൻജിയുടെ പ്രഭാഷണങ്ങളിൽ ഒരുപാട് കേട്ടിട്ടുള്ളത് ഗുരുവായൂരപ്പൻ്റെ കഥകളാണ്. അതുപോലെ മഹാദേവന്റെ കഥയും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മഹാദേവന്റെ കഥകൾ മാസമായിട്ട് ഈ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുന്ന ആളുകളുണ്ട്. അത് കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കുളിർമയും ഒരാവേശവും ഒക്കെ വളരെ വലുതാണ്. പക്ഷെ ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഈ ഗുരുവായൂരപ്പനും കാളി ഭാവവും തമ്മിലുള്ള ബന്ധം, ഭദ്രകാളിയും ഗുരുവായൂരപ്പനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഗുരുവായൂരപ്പനും കാളിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി അങ്ങേക്ക് എന്താ പറയാനുള്ളത്? നോക്കൂ, ഇതൊക്കെ ഈ കാളി എന്ന് വിളിക്കുന്നതും ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്നതും ദേവതകളെ ആണല്ലോ. ദേവതകളിൽ നിറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാണ്. ആ ബ്രഹ്മത്തിന് രണ്ട് രൂപമാണ്. ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്നതും ബ്രഹ്മത്തെയാണ്, കാളി എന്ന് വിളിക്കുന്നതും ബ്രഹ്മത്തെയാണ്. ആത്യന്തികമായിട്ടുള്ള ഒറ്റ വസ്തുവിനെ രണ്ടുപേരും പറഞ്ഞ് വിളിക്കുന്നത്. അതായത് ഒരു പാലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്ന് വെണ്ണയും ഒന്ന് ഒരു തൈരുമാണെന്ന് സങ്കല്പിക്കുക. രണ്ടും ഒറ്റ വസ്തു തന്നെയാണ് ആത്യന്തികമായിട്ട്. ഇനി ദേവതാടിസ്ഥാനത്തിലുള്ള അതിൻ്റെ ഒരു കണക്ഷൻ പറയുകയാണെങ്കിൽ, ഭഗവാൻ നല്ലൊരു ശാക്തേയനായിരുന്നു ഗുരുവായൂരപ്പൻ, കൃഷ്ണൻ എന്ന് പറയുന്ന ആള്.
അദ്ദേഹത്തിന്റെ 2 കാലഘട്ടങ്ങൾ, ഇപ്പൊ അമ്പാടി അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ നന്ദഗോപരുടെയും യശോദയുടെയും മകനായിട്ടുണ്ടായിരുന്ന സമയം, ഭഗവാൻ ദ്വാരകയിൽ ചെന്ന് ഇപ്പൊ വസുദേവരുടെയും ദേവകിയുടെയും മകനായിട്ടുള്ള സമയം, ഈ 2 സമയത്തും ഭഗവാന്റെ പരദേവത എന്ന് പറയുന്നത് കാളിയായിരുന്നു. ഭഗവാന്റെ പരദേവതാ സ്ഥാനമുള്ള ദേവതയാണ് ഹരസിദ്ധി എന്ന് വിളിക്കപ്പെടുന്ന ഭദ്രകാളിയാണ്, കാളിയാണ്. അപ്പൊ ഭഗവാൻ ഈ കുലധർമ്മത്തെ ഏറ്റവും അധികം മുറുകെ പിടിച്ചിരുന്ന ഒരാളായിരുന്നു. കുലദേവതാ പ്രീതി ഏറ്റവും അധികം മുറുകെ പിടിച്ചിരുന്ന ഒരാളായിട്ടുള്ളായിരുന്നു കൃഷ്ണൻ. അപ്പൊ അദ്ദേഹം ആരാധിച്ചിട്ടുണ്ട്? സാക്ഷാൽ ജഗദംബികയായിട്ടുള്ള കാളിയെ അദ്ദേഹം ആരാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഒരു മടി നമ്മൾ ആരും വിചാരിക്കേണ്ടതാ. ഇന്ന് പല ഭക്തി പ്രസ്ഥാനക്കാരും വിഷ്ണു ആണ് ഏറ്റവും വലുത്, കാളിയാണ് വലുത് എന്നുള്ള അടി നടക്കുന്നതിന്റെ ഇടയിൽ കൃഷ്ണൻ കാളിയെ ആരാധിച്ചിരുന്നു എന്ന് പറയുന്നത് ഫാക്റ്റാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇന്നും ദ്വാരകയിൽ എനിക്ക് തോന്നുന്നുണ്ട് ഹരസിദ്ധിയുടെ ക്ഷേത്രം ഭഗവാൻ സ്ഥാപിച്ചതാണ്. ഹരസിദ്ധി എന്ന് പറയുന്നത് ഭഗവാന്റെ പരദേവതയാണ്. ഭഗവാൻ ഈ മധുരയിൽ നിന്ന് ഈ ജരാസന്ധന്റെ ആക്രമണം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന സമയത്ത് എല്ലാ കാലത്തെയും യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്തിന് സമാധാനം ഉണ്ടാവില്ല, സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി സമുദ്രത്തിന് നടുക്ക് ഒരു പട്ടണം ഉണ്ടാക്കുന്നു, ദ്വാരക. ആ ദ്വാരകയിലാണ് ഭഗവാൻ പിന്നീട് താമസിക്കുന്നത്. ഒരു രാത്രി കൊണ്ട് ദ്വാരകയെ മൊത്തം ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെ പറയും. അപ്പൊ ആ ദ്വാരക ഭഗവാൻ സൃഷ്ടിച്ചപ്പോൾ അവിടെയും ഹരസിദ്ധിയെ ഭഗവാൻ ആരാധിച്ചിട്ടുണ്ട്. നമ്മൾ കാണുക, നമ്മൾ കേൾക്കുക എപ്പോഴും കൃഷ്ണൻ കൈകൊണ്ട് പൂജിച്ചിരുന്ന വിഗ്രഹം ഗുരുവായൂരിയ്ക്കുന്നു എന്നുള്ളതാണ്. അതേ കൃഷ്ണൻ സ്വന്തം കൈകൊണ്ട് ആരെ പൂജിച്ചിട്ടുണ്ട്? കാളി പൂജിച്ചിട്ടുണ്ട്. സത്യമാണ്. ഇനി ഇപ്പൊ ഇവരുടെ സാമ്യതകൾ പറയുമ്പോൾ നോക്കൂ, ഭഗവാനെ വിളിക്കുക ശ്യാം എന്നാണ്, ശ്യാമസുന്ദരൻ എന്ന് വിളിക്കുക. ശ്യാമ എന്ന് വിളിക്കുന്ന ആരെയാണ്? ദേവിയാണ് അല്ലെ? അപ്പോ കാളിക്കും കൃഷ്ണനും അഭേദഭാവം കാണാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ലളിതയായിട്ടുള്ള ഭഗവതി തന്നെയാണ് സ്വയം കൃഷ്ണനായിട്ട് മാറിയത് എന്ന് വ്യാഖ്യാനം പറയാറുണ്ട്. ഇനി വൃന്ദാവനത്തിലുള്ള ഒരു നാടോടി കഥ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ അതിന്റെ ആധികാരികത ഒരു നാടോടി കഥയായിട്ട് കേട്ടാൽ മതി. ഇപ്പൊ രാധാദേവി എല്ലാ ദിവസവും ഭഗവാനെ കാണാനായിട്ട് രാത്രി ഭഗവാന്റെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നു പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ രാധയുടെ കുടുംബത്തിൽ പെട്ട രാധയുടെ ഭർത്താവാണെന്ന് പറയുന്നുണ്ട്, രാധയുടെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്, വാട്ടവർ. ഈ ഗോപസ്ത്രീകൾക്ക് പല ആൾക്കാർക്കും ഭർത്തകന്മാരുണ്ടായിരുന്ന സമയത്ത് തന്നെയുള്ള ഒരു ഭഗവാന്റെ കൂടെ നടന്നിരുന്നത്. അപ്പോൾ ഈ രാധയുടെ അച്ഛൻ നമുക്ക് തൽക്കാലം നമുക്ക് എടുക്കാം. അപ്പൊ രാധയുടെ അച്ഛൻ എല്ലാ ദിവസവും രാധ ഞാൻ രാത്രി കറന്നു പോകുന്നത് കണ്ടപ്പോൾ ഇത് ആരുടെ അടുത്തേക്കാണ് പോണത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കണം തോന്നിയതാണ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ഈ രാധ പോകുന്നതിന്റെ പുറകെ അദ്ദേഹം പോയി. ഇന്ന് ഇതാർക്കാണ് ഇവളെ ആരത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെയുള്ള ഒരു വ്യാജേന അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പൊ പോയ സമയത്ത് ഭഗവാൻ വൃന്ദാവനത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം കുറച്ച് പുറകിലാണ് വരുന്നത്. ഈ അച്ഛൻ രാധ മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഭഗവതിയെ കണ്ട ഉടനെ ഭഗവാൻ പറഞ്ഞു, എനിക്കിന്ന് കുറച്ച് നല്ല പൂക്കൾ പറിച്ചു തരൂ, ചുവന്ന പൂക്കൾ എനിക്ക് പറിച്ചു കൊണ്ടുവന്ന് തരൂ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ ദേവി പൂ പറിക്കാനായിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. ഈ ദേവി വന്നിട്ട് ഇത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് കാണണം എന്ന് കരുതി ഇദ്ദേഹം അവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഈ അച്ഛൻ മറഞ്ഞിരിക്കുന്നുണ്ട് അത്ര. ഇപ്പൊ ദേവി പൂക്കളുമായിട്ട് പുറത്തേക്ക് വന്ന ഉടനെ ഇപ്പൊ പുറത്തേക്ക് വന്നാൽ ഇവളിത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് കാണാം എന്ന് കരുതി അദ്ദേഹം കുറ്റിക്കാട്ടിന്ന് പുറത്തേക്ക് ചാടിയ സമയത്ത് അദ്ദേഹം കണ്ടത് ഈ രാധാദേവി കയ്യിലുള്ള ചുവന്ന പൂക്കളായിട്ട് നിൽക്കുന്നതും മുമ്പില് ആ ഗോവർദ്ധനത്തിന് സമീപത്ത് താമസിക്കുന്ന അവരുടെ പരദേവതയായിട്ടുള്ള കാളിയുടെ വിഗ്രഹമാണ് അവിടെ കണ്ടത്. അതായത് കാളിയെ പൂജിക്കാനാണ് രാത്രി രാധ പോയത് എന്നൊരു ഇന്റർപ്രിട്ടേഷനിലേക്ക് അത് മാറി. അപ്പൊ ഭയങ്കര സന്തോഷമായി. ഓ, നമ്മളെ പരദേവതയെ പൂജിക്കാനല്ലേ നീ പോയത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു സന്തോഷത്തോടെ തിരിച്ചു. അപ്പൊ അതായത് കൃഷ്ണൻ തന്നെയാണ് അവിടെ ഇരുന്നിരുന്നത്, പക്ഷെ അത് കണ്ടത് കാളിയായിട്ടാണ്. അപ്പൊ 2 സങ്കല്പങ്ങൾ പറയാറുണ്ട്. കൃഷ്ണകാളി എന്നുള്ള സങ്കല്പവും പറയാറുണ്ട്. നമ്മൾ അതിനാണ് കരിങ്കാളി എന്നൊക്കെ നമുക്ക് ഇവിടെ വിളിക്കാറുണ്ട്. അപ്പൊ കാളി കൃഷ്ണൻ എന്നൊരു സങ്കല്പം പറയാറുണ്ട്. ഈ ഭഗവതി ഓടക്കോലുമായിട്ട് നിൽക്കുന്ന രൂപമുണ്ട്. ചിതംഷ്ടയോട് കൂടിയിട്ടുള്ള ഈ മുണ്ടമാലയോട് കൂടിയിട്ടുള്ള കാളി. 2 കയ്യിൽ ആയുധം ഉണ്ടാവില്ല, 2 കയ്യിൽ ഓടക്കോലായിരിക്കും. ഈ ഭാവമുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഇവരുടെ ഒരു സിമിലാരിറ്റിയെ കാണിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. എനിക്ക് അത്രത്തോളം തന്ത്രത്തിൽ വലിയ പ്രാവീണ്യമില്ല എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് 2 പേരുടെയും ബീജമന്ത്രം ഒന്ന് തന്നെയാണ് എന്നൊരു വ്യാഖ്യാനവും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ കൃഷ്ണനെയും കാളിയും അഭേദമായിട്ട് കാണരുത് എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. ഞാൻ അങ്ങനെ കാണാറില്ല. ഇനിയിപ്പോ ബന്ധം നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ സഹോദരി സ്ഥാനീയാണ് ദേവി. ഏതൊരു ഭഗവതിയാണോ നമ്മൾ ലളിതാ സഹസ്രനാമത്തില് പത്മനാഭ സഹോദരി എന്ന് വിളിക്കുന്നത്, ആ ഭഗവതിയെ തന്നെയാണ് കാളി എന്നും വിളിക്കുന്നത്, പരാശക്തിയാണ്. അപ്പൊ ഇനിയിപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ സഹോദരി സ്ഥാനിയായിട്ടുള്ള ആളുമാണ്. അപ്പോൾ ഒരേ സമയം ഭഗവാൻ ആരാധിച്ചിരുന്ന ആളാണ്, ഭഗവാന്റെ സഹോദരി സ്ഥാനിയാണ്, ഒരേ സമയം ഭഗവാനും കാളിയും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. ഈ ഗുരുവായൂരിലെ ഭഗവാനെ കുറിച്ച് പലപ്പോഴും പറയുന്നത് മഹാവൈദ്യനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നാരായണീയം എഴുതിയിട്ട് മേൽപ്പത്തൂർ ഉൾപ്പെടെയുള്ള ആളുകളെ രോഗാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്ന
ഭഗവാനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ മഹാവൈദ്യൻ പലപ്പോഴും പറയും ഭഗവാനെ സേവിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കും എന്ന് പറയാറുണ്ട്. പക്ഷെ എങ്കിലും അവസാനം എന്താണ്, ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ കർമ്മഫലം തീരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ഒരു കഥ കൂടി അപ്പുറത്തുണ്ട്. അപ്പം ഈ വൈദ്യനാവുന്ന ഒരു ഭഗവാനെ പറ്റി വ്യാസൻജിക്ക് എന്താ പറയാനുള്ളത്, അങ്ങനെ ഒരു കാര്യത്തെ പറ്റി പറയുന്നു? ഭഗവാന്റെ വൈദ്യസങ്കല്പം എന്ന് പറയുന്നത് വാതാലേശൻ എന്ന് ഭഗവാനെ വിളിക്കുന്നു അല്ലെ. ഈ വൈദ്യസങ്കല്പത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇപ്പൊ നോക്കൂ, വൈദ്യൻ എന്ന് ഭഗവാനെ വിളിക്കുന്നതിനെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആസ് എ കൗൺസിലർ എന്നാണ്. ഭഗവാൻ എല്ലാവർക്കും ചികിത്സ കൊടുക്കുന്ന ആളാണ്. എന്തിന്? മനസ്സിനാണ് ഭഗവാൻ ചികിത്സിക്കുന്നത്. ഈ വാദം എന്ന് വിളിക്കപ്പെടുന്നതിന്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞു കേട്ടിട്ടുള്ളത്, വാദം വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇരിപ്പുറക്കില്ല, ചലിച്ചുകൊണ്ടേയിരിക്കും. ഈ മനസ്സിന് എപ്പോഴും എന്തുണ്ട്? വാതരോഗമുണ്ട്. ചലനം ഇല്ലെങ്കിൽ മനസ്സില്ല, പക്ഷെ നിരന്തരമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചലനം, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്. ഇപ്പൊ വാദത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി കാലിങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അനങ്ങണ്ട എന്ന് വിചാരിച്ചാൽ ഇത് അനങ്ങാതിരിക്കുന്നത് കൺട്രോൾഡ് മോഷൻ അവിടെ ഉള്ളതുകൊണ്ടാണ്. മറ്റേത് വന്നു കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമ്മുടെ കൺട്രോളിലല്ല, ഇത് അനങ്ങിക്കൊണ്ടേ ഇരിക്കും. ആ കൺട്രോളിലുള്ള അവസ്ഥയുള്ള സാധനമാണ് എന്ത്? ഈ മനസ്സെന്ന് പറയുന്നത്. അതിനാണ് വാതരോഗം ഇടയ്ക്ക് ഉണ്ടാവാനുള്ളത്. അപ്പൊ അതിനെ ചികിത്സിക്കുന്നവനായതുകൊണ്ട് കൂടിയാണ് ഭഗവാനെ വാതാലേശൻ എന്ന് വിളിക്കുന്നത്. ആ ഭഗവാന്റെ ആ രൂപത്തെ അങ്ങനെ കാണുക, ഈ വാതരോഗത്തെ ചികിത്സിക്കുന്നു എന്നുള്ളത്. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിലും ഭഗവാൻ എപ്പോഴും സൈക്കോളജിയിൽ മനുഷ്യ മനസ്സിനെ ഇത്രത്തോളം മനസ്സിലാക്കിയ ഒരു അവതാരം ശ്രീകൃഷ്ണനെ പോലെ നമുക്ക് എവിടെയും വേറൊരു ധർമ്മത്തിൽ പോലും കാണാൻ പറ്റില്ലെന്ന് ഞാൻ പറയും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടോന്നല്ല, പക്ഷെ ഭഗവാൻ എപ്പോഴും ഒരാളുടെ മനസ്സറിഞ്ഞിട്ടാണ് ചികിത്സ കൊടുക്കുക. മനസ്സിനാണ് ചികിത്സ. രണ്ട് സന്ദർഭം ഞാൻ പറയാം. ഇപ്പൊ ഒന്ന് ഗീതയിൽ ഭഗവാൻ നേരിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണേ അല്ലെ, അർജുനന് ഭഗവാനാണ് ഉപദേശിക്കുന്നത്. ഇതേ സന്ദർഭത്തില് ഭഗവാൻ ഈ അർജുനന്റെ ഏട്ടനായിട്ടുള്ള ധർമ്മപുത്രർക്ക്, അദ്ദേഹത്തിന് ഭഗവാനല്ല ഉപദേശം കൊടുക്കുന്നത്, ഭീഷ്മരെ കൊണ്ട് ഭഗവാൻ റെഫർ ചെയ്യുന്നത്, ഇന്നാളെ പോയി കണ്ടാൽ മതി, അദ്ദേഹം പറഞ്ഞുതരും. അപ്പൊ ഓരോരുത്തർക്കും എന്ത് ചികിത്സ മനസ്സിന് വേണമെന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നൊരു വൈദ്യനാണ് ഭഗവാൻ. അത് ഓരോരുത്തർക്കും, അത് ഗാന്ധാരിക്ക് എന്ത് ചികിത്സ വേണമെന്ന് ഭഗവാൻ അറിയായിരുന്നു, ഇപ്പൊ കർണന് എന്ത് ചികിത്സ വേണമെന്ന് ഭഗവാൻ അറിയായിരുന്നു, ദുര്യോധന് എന്ത് ചികിത്സ വേണം. ചില ആൾക്കാർക്ക് ഭഗവാൻ സർജറി എഴുതിയിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ഭഗവാൻ ഓപ്പറേഷൻ എഴുതിയിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ചെറിയ ഇഞ്ചക്ഷൻ കൊണ്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ തരത്തിലും ഭഗവാൻ മാറ്റുന്ന അത് മനസ്സിന്റെ കേടാ, ശരീരത്തിന്റെ മാത്രമാണ് കണക്കാക്കരുത്. ഇപ്പൊ കുബ്ജ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുടെ കഥ പറയും ഭാഗവത്തില്. കുബ്ജ സൈരന്ധ്രി. അപ്പൊ അവർക്ക് കൂനുണ്ട്, കൂനും കൊണ്ടാണ് അവർ വരിക. അപ്പൊ ഭഗവാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരേ സമയം രണ്ടുപേരെ ട്രീറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറയാറുള്ളത്. അതായത് അവര് വരുന്ന സമയത്ത് എല്ലാവരും അവരെ കൂനി വരുന്നേന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ അവരെ വിളിക്കുന്നു സുന്ദരി, നീ എന്റെ അടുത്തേക്ക് വരുന്നു. അതായത് ഇത്രയും ആൾക്കാർ നിന്ന് കൂനിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാള് മാത്രം നോക്കിയിട്ട്, അത് വിളിക്കുന്ന ആളോ പരമസുന്ദരൻ, അങ്ങനെ ആള് നോക്കിയിട്ട് ഒരു സ്ത്രീയെ നോക്കി വിളിക്കുകയാണ്. കൂനി എന്നുള്ള വിളിച്ച ആൾക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് സുന്ദരി, നിന്റെ കയ്യിൽ ഇരിക്കുന്ന കുറിക്കൂട്ട് എനിക്ക് തരുമോ? അത് ഒരേ സമയം അവരുടെ മനസ്സിൽ നോക്കൂ, ശരീരത്തിൽ ഭഗവാൻ തൊട്ടിട്ടില്ല. സുന്ദരി എന്നുള്ളൊരു വാക്ക് ഭഗവാൻ വിളിച്ചപ്പോൾ അവരുടെ മനസ്സിനും ട്രീറ്റ്മെന്റ് ഉണ്ട്. അത്ര നേരം വിളിച്ചോണ്ടിരുന്ന ആൾക്കാരുടെ മനസ്സിനും ഒരേ സമയം ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഒരേ സമയം ഒറ്റ വാക്ക് ഉപയോഗിച്ചിട്ട് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഭഗവാൻ ഒരുമിച്ച് ചികിത്സിച്ചു. അതായത് എങ്ങനെയാണ് നിങ്ങൾ സൗന്ദര്യം കാണേണ്ടത് എന്നുള്ളത് ഒറ്റ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഉണ്ടായ ഒരു സന്തോഷവും ഇത്ര നേരം ഇത് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഉണ്ടായ ഒരു തിരുത്തലും ഉണ്ട്. ഒറ്റ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് എന്തിനാ ചികിത്സിച്ച്? ശരീരത്തിനുണ്ടല്ലോ, മനസ്സിനെ ചികിത്സിച്ച്. അപ്പൊ ഭഗവാൻ എന്തിനാ ട്രീറ്റ് ചെയ്യുന്നത്? എല്ലാ പ്രശ്നത്തിന്റെയും ആത്യന്തികമായിട്ടുള്ള കാരണം. ഇപ്പൊ ഇന്ന് മോഡേൺ സയൻസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടിയ ടോക്സിക്സ് ആയുള്ള സാധനങ്ങളാണ് ഭാവിയിൽ എന്തായിട്ട് വരുന്നത്, അസുഖമായിട്ട് വരുന്നത്, ക്യാൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്നവനാണ് ഭഗവാൻ. മനസ്സിനെ ഒരു ക്ലെൻസർ ഇട്ടിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് തരുന്ന നല്ലൊരു ഡോക്ടറാണ് ഭഗവാൻ എന്ന് ഞാൻ പറയാറുണ്ട്. അതുകൊണ്ടാണ് അവിടേക്കുള്ള ഈ ഒഴുക്കും. അത് പിന്നെ അവിടെ മാത്രമാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം അത് രണ്ടാമത്തെ കാര്യം, തർക്ക വിഷയമാണ്. അവിടെ മാത്രമാണോ ഭഗവാനുള്ളത്? ഗുരുവായൂരില്ലാത്ത ഭഗവാൻ ചികിത്സിക്കില്ല? തീർച്ചയായിട്ടും ചികിത്സിക്കും. പക്ഷെ ആ ഭാവത്തോടു കൂടി ഭഗവാനെ കാണാം. ഭഗവാനെ കാണുന്ന സമയത്ത് അങ്ങ് പാമ്പിന്റെ മുകളിൽ ഡാൻസ് കളിച്ച ആളല്ലേ, അങ്ങ് മല പൊക്കിയ ആളല്ലേ എന്നും കാണാം, അങ്ങ് ഇത്തരത്തിൽ ആളുകളെ ചികിത്സിച്ച് അവരുടെ ജീവിതം നേരെയാക്കിയ ആളല്ലേ എന്നും കാണാം എന്നുള്ളത് നമ്മുടെ താല്പര്യമാണ്. തീർച്ചയായിട്ടും. നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് ഇപ്പോ കാമാഖിയിലെ സങ്കല്പമുണ്ട്. ശക്തിപീഠങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കാമാഖി. കാമാഖിയിൽ യോനിയെയാണ് പൂജിക്കുന്നത്. കാമാഖിയിൽ എനിക്ക് തോന്നുന്നു പാർവതി ദേവിയുടെ, ക്ഷമിക്കണം, സതീദേവിയുടെ പല ഭാഗങ്ങൾ വീണ സ്ഥലത്ത് യോനി ഭാഗം വീണതാണ് അവിടെ പൂജ നടക്കുന്നത്. ശാക്തേയത്തിന്റെ വലിയ പാരമ്പര്യമാണ് അവിടെ. ഈ പറയുന്ന പീരീഡ്സ് വലിയ
ഉത്സവമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മുടെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലും ഈ പീരീഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഈ പീരീഡ്സ് ഉള്ള സമയത്ത്, അങ്ങും പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട്, പീരീഡ്സ് സമയത്ത് സ്ത്രീകളെ മാറ്റി നിർത്തണോ, അല്ലെങ്കിൽ പീരീഡ്സ് സമയത്ത് വിളക്ക് വെക്കാൻ പാടുണ്ടോ, രാമായണം വായിക്കാൻ പാടുണ്ടോ, ഈ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ, ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതുണ്ട്. പക്ഷേ ഈ പീരീഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ദേവീ ഊർജം ഒരു സ്ത്രീയിൽ ഉണരുന്ന സമയമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാമാഖ്യയിലെ സങ്കല്പവും ഈ സ്ത്രീകളിലെ ആ ഒരു പരാശക്തി സങ്കല്പം, അതും ഒന്ന് പറയാമോ? നോക്കൂ, മാതൃഭാവത്തെ ആരാധിക്കുക എന്നുള്ളത് ഭാരതത്തിന്റെ പാരമ്പര്യമാണ്. യോനിയിൽ ആരാധിക്കുന്നത് മാതൃഭാവത്തെയാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉൽപ്പത്തി എവിടെ നിന്നാണ്? യോനി എന്നാണ്. ഈ ഭൂമിയുടെ യോനീഭാവത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ യോനീഭാവത്തിൽ നിന്നാണ് ഭൂമിയും കാണാവുന്ന ചരാചരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ യോനീഭാവത്തിൽ നിന്നാണ് കാണാവുന്നതൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് വ്യാഖ്യാനിക്കാം. അപ്പോൾ യോനി ആരാധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ ഈ ബയോളജിക്കലായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ശരീരാവയവത്തെ ആരാധിക്കുന്നു, ലിംഗത്തെ ആരാധിക്കുന്ന എന്തിനാണ്, യോനി ആരാധിക്കുന്ന എന്തിനാണ്, യോനി മുദ്ര കാണിക്കുന്ന എന്തിനാണ്, ഇതിനൊക്കെ തത്വത്തിൽ എടുക്കുന്നതാണ്. നോക്കൂ, ഇപ്പം മേൽപ്പത്തൂരിന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ പാർത്ഥൻ. എന്താ പറഞ്ഞത്? എങ്ങനെയാണ് നാരായണി എഴുതാനുള്ള കഥ ഉണ്ടായിട്ടുള്ളത്? മത്സ്യം തൊട്ട് കൂട്ടു എന്നാണ് പറഞ്ഞത്, അല്ലെ? അതിന്റെ അർത്ഥം മീൻകറി വെച്ച് കൂട്ടു എന്നല്ലല്ലോ. നമ്മൾ എങ്ങനെ എടുക്കണു എന്നുള്ളതല്ലേ അർത്ഥം. അപ്പോൾ എടുക്കേണ്ടത് പോലെ എടുക്കാൻ ഭട്ടപാദർക്ക് അറിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് മത്സ്യാവതാരം തൊട്ട് എഴുതാനാണ് പറഞ്ഞത്, അല്ലാണ്ട് മീൻകറി കഴിക്കാനല്ല. പക്ഷെ ഒപ്പം വന്ന ആൾക്കാർ എന്ത് കരുതി? അയ്യോ, മേൽപ്പത്തൂരിനെ പോലെ ഒരാളോട് മത്സ്യം. നമ്മൾ എങ്ങനെ എടുക്കുന്നത്? അപ്പം യോനി ആരാധിക്കുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. എന്തുകൊണ്ട്? അത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണഹേതുവായിട്ടുള്ളൊരു വസ്തുവാണ്. മാതൃഭാവത്തെ ആരാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് യോനി ആരാധിക്കാം. നിങ്ങൾ ഏതൊരു പീഠം നോക്കുകയാണെങ്കിലും ആ പീഠത്തിൽ യോനിഭാവം ഉണ്ടാവും. ഒരു ചൈതന്യത്തെ കൊണ്ട് ഇരുത്തുന്ന സമയത്ത് അതിന് യോനിഭാവം നോക്കാറുണ്ടല്ലോ പലയിടത്തും. അതിൽ ഗജയോനി, വൃഷഭയോനി എന്നൊക്കെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പോലും പറയാറുണ്ട്. ഒരു പീഠം നമ്മൾ നിർമ്മിക്കും. ഭഗവതിയുടെ ആരാധനയ്ക്ക് പീഠം ഉണ്ടാക്കുന്ന സമയത്ത് ആ പീഠത്തിന് കണക്കുണ്ട്. ഗജയോനി, ഋഷഭയോനി, ഇങ്ങനെ ഓരോ യോനി ഭാവത്തിട്ട് പറയുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഭഗവതിയെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണഹേതുവായിട്ടുള്ള ഒരു വസ്തുവിനെ സങ്കല്പിക്കുമ്പോൾ അതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സിംബോളിക് മീനിങ് ആണ് ഈ യോനി ഭാഗം എന്ന് പറയുന്നത്. അത് മോശമല്ല. അത് കാമാഖ്യയിൽ അവർ അതൊരു ഉത്സവമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ആ സമയത്ത് ഭഗവതിയുടെ നട അടയ്ക്കണം. അപ്പൊ എനിക്ക് എന്തോ ഒരു വെള്ള വസ്ത്രം കൊണ്ട് അത് റാപ്പ് ചെയ്യുന്നു. പിന്നീട് ആ ഒരു സമയം കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് അത് ചുവന്ന വസ്ത്രങ്ങളായി മാറുന്നു. അത് കട്ട് ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കാറുണ്ട് പ്രസാദമായിട്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ആർത്തവം എന്നൊക്കെ പറയുന്നതും ഈ പറയുന്ന ഒരു ഫലഭൂവിഷ്ഠതയുടെ അല്ലെങ്കിൽ ജനനമരണ ചക്രങ്ങളുടെ ഒക്കെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടാണല്ലോ കാണിക്കുന്നത്. ഈ ചോര എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ ഈ പ്രത്യുൽപാദനത്തിന്റെ ഒക്കെ ഒരു സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കൊടിക്കൂറകൾ ഒട്ടുമിക്കതും ചുവന്ന പട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ആ കുണ്ഡലിനി ശക്തിയുടെ ഒരു അത് കാണിക്കാനും അതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനൊക്കെ പ്രത്യക്ഷത്തിലെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഓ, ചോരയാണല്ലോ, അങ്ങനെയല്ലോ അതിനെടുക്കേണ്ടത്. അതിന് ആ ചോര കൊണ്ട് പറഞ്ഞു വെക്കുന്ന ഒരു തത്വാംശം ഉണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ ആർത്തവ സംബന്ധമായിട്ടുള്ള ഒരു കാരണത്തിന്റെ ഒരു വ്യാഖ്യാനം ശബരിമല ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പോകാൻ പാടില്ല എന്നുള്ളതിനെ പോലും ഇപ്പൊ വെച്ചാൽ ആർത്തവാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീക്ക് മാതൃസ്ഥാനം ഉണ്ട് എന്നാണ് വെച്ചാൽ ജനിപ്പിക്കാനുള്ള ശേഷി ഉണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവൻ ജനിപ്പിക്കാനുള്ള ശേഷിയുള്ള ഭഗവതിയും ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സ്ത്രീയും രണ്ടുപേരെയും നമ്മൾ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് വിളിക്കുക, അമ്മേ എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും ഒന്നാ വിളിക്കുന്നത്. അല്ലാണ്ട് അവിടെ ഭഗവതി, ഇവിടെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിളിച്ചാലും ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുട്ടിക്ക് ജന്മം കൊടുത്ത ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ കുട്ടിക്ക് കാണാൻ പോണ സമയത്ത് കുട്ടിക്ക് സുഖമല്ലേ, അമ്മയ്ക്ക് സുഖമല്ലേ എന്നാണ് ചോദിക്കണത്. ഒരു അമ്പലത്തിൽ പോയിട്ട് നോക്കിയിട്ട് അവിടെ പോയിട്ട് അമ്മേ എന്നെ രക്ഷിക്കണേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഭേദഭാവമായിട്ട് കാണേണ്ട ആവശ്യമേ ഇല്ല. അത് രണ്ടും ഒന്ന് തന്നെയാണ്. പ്രപഞ്ചത്തിൽ സ്ത്രീകളെ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കാതെ എത്ര ഭഗവതിയെ പ്രാർത്ഥിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ അറിവ്. ഒന്നുകൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ മൂകാംബികയിൽ മൂർത്തിധാരകൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. വെച്ചാൽ പാർത്തം കണ്ടുണ്ടാവും, ഭഗവതിയുടെ ശിവേലി വിഗ്രഹം തലയിലേറ്റി നടക്കുന്ന രീതി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള ഇന്റർവ്യൂസിൽ കേട്ടിട്ടുള്ളതാണ്. മൂർത്തിധാരകനാണെങ്കിൽ ഇപ്പൊ നേരത്തെ ഒരു സാധനം പറഞ്ഞല്ലോ, ഈ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ എനിക്കിത് പറ്റില്ലേ? മൂർത്തിധാരകനാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പറയുന്ന കുടുംബത്തിൽ ജനിച്ചാൽ പറ്റില്ല. പകരം എന്തുവാണെന്ന് അറിയുന്നത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, പരിശോധിക്കണേ. അത് കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ആ വിഗ്രഹം തൊടാൻ പറ്റുള്ളൂ. കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ബ്രഹ്മചാരി ആയതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, വിഗ്രഹം തൊടാൻ പറ്റില്ല. അവൻ എന്തുവാണ്, ഒരു സ്ത്രീ അറിയണം. ഒരു സ്ത്രീയെ അവന്റെ കൂടെ കൊണ്ട് നടന്ന് ആ സ്ത്രീയുടെ വിവാഹം കഴിച്ചാൽ മാത്രമേ ഭഗവതിയുടെ ശിവേലി വിഗ്രഹം എടുത്തിട്ട് തലയിൽ വെക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, നീ നിന്റെ വീട്ടിലിരിക്കുന്ന എന്നെ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നോക്കൂ, ഞാൻ കേട്ടിട്ടുള്ളതാണ്, പല സന്യാസി സമ്പ്രദായങ്ങൾക്കും ശ്രീവിദ്യാദീക്ഷ ഇല്ലല്ലോ. ഇല്ല. കാരണം ശരീരത്തെ നശിച്ചവനാണ് ആര്? സന്യാസി.
അവന് ഭഗവതി ആവശ്യമില്ല, അവൻ ആത്മാവായിട്ടുള്ള ശിവനെ മാത്രമാണ് ആരാധിക്കുന്നത് ആണല്ലോ. അതെ. അപ്പൊ അവൻ ശരീരത്തെ മാത്രം അല്ല അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, ആത്മാവിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ തന്നെ ആരെ മാനിച്ചേ പറ്റുള്ളൂ? അമ്മയെ മാനിച്ചേ പറ്റുള്ളൂ, ഭഗവതിയെ മാനിച്ചേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ സന്യാസിമാർക്ക് ഭഗവതിയോട് ബഹുമാനം ഇല്ലെന്നാണ്, എല്ലാവരും അത്യധികം ദേവിയെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ ചില സാധനാവിധികൾ അവർക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ യാഗം ചെയ്യുമ്പോൾ നോക്കൂ, എന്തുകൊണ്ട് ധർമ്മപത്നി സ്ഥാനം അടുത്തുണ്ടാവണം? ഭഗവാൻ ശ്രീരാമൻ പോലും യാഗം ചെയ്യുന്ന സമയത്ത് സീതാദേവി ഇല്ലാത്തതുകൊണ്ട് കാഞ്ചന സീതയുടെ പ്രതിമ ഉണ്ടാക്കിയിട്ട് ഒപ്പം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? യാഗം ചെയ്യുന്നത്. അപ്പൊ ധർമ്മപത്നി ഒപ്പം ഉണ്ടെങ്കിലാണ്, ഒരു സ്ത്രീ ചൈതന്യം കൂടി ഒപ്പം ഉണ്ടാവുമ്പോഴാണ് ഒരു പരിപൂർണത വരുന്നത്. അപ്പൊ ശിവനും ശക്തിയും എന്നാണല്ലോ നമ്മൾ പറയുക അല്ലെ. അത് രണ്ടും രണ്ട് വസ്തുക്കളല്ല യഥാർത്ഥത്തിൽ, അത് ഒന്ന് തന്നെയാണ്. നമുക്ക് കാണാവുന്ന തരത്തിലേക്ക് പുരുഷനായും പ്രകൃതിയായും മാറി, അല്ലെങ്കിൽ ശിവനായും പാർവതിയായിട്ടും മാറി, ലക്ഷ്മിയായും വിഷ്ണുവായിട്ടും മാറി. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാ, അത് തമ്മിൽ ഭേദഭാവമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മാതൃഭാവത്തിലുള്ള ഒരു അമ്മയിൽ നിങ്ങൾ എന്ത് കാണുന്നു അത് തന്നെയാണ് പരാശക്തിയിൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പം അതിൽ ഇപ്പം ഈ ഫെമിനിസം ഒക്കെ ഉയർന്നു വരുന്ന കാലഘട്ടമാണല്ലോ ഇത്. ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും വലിയ ഫെമിനിസത്തിന്റെ ഉദാഹരണമല്ലേ ഈ അർദ്ധനാരീശ്വര തത്വം എന്ന് തോന്നാറുണ്ട്. അത് തന്നെയല്ലേ അത് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ അഷ്ടപതി കാണുകയാണെങ്കിൽ, അഷ്ടപതി കേൾക്കുകയാണെങ്കിൽ അതിൽ ഭഗവാൻ ശ്രീ രാധാദേവിയുടെ കാലെടുത്തിട്ട് തന്റെ ശിരസിൽ വെക്കൂ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ. നിങ്ങൾ എന്റെ തലയിൽ കൊണ്ടുപോയിട്ട് നിന്റെ കാലെടുത്തിട്ട് തലയിൽ വെക്കുക ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലായിടത്തും നമ്മുടെ ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ പാർത്ഥ ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയുള്ളൂ. ഇവിടെ പ്രകൃതി മാത്രം അല്ലെങ്കിൽ പുരുഷൻ മാത്രം ഇല്ല, പ്രകൃതി പുരുഷ സംയോഗം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ശിവൻ മാത്രം, വിഷ്ണു മാത്രം അങ്ങനെയല്ലോ. ശിവൻ ഉണ്ടെങ്കിൽ ശക്തിയുണ്ട്, വിഷ്ണു ഉണ്ടെങ്കിൽ ലക്ഷ്മി ഉണ്ട്, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇപ്പൊ മൂലസദസ്സായിട്ടുള്ള ബ്രഹ്മം മാത്രം അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് പിടിച്ച് രണ്ടെണ്ണാക്കിയിട്ട് പ്രകൃതി എന്നും പുരുഷനെന്നും മാറ്റി. പിന്നെ വ്യാഖ്യാനിക്കുന്നത് മൊത്തം ഇതിന്റെ താഴെയാണ്. പുരുഷന്റെ താഴെ നമ്മൾ എഴുതി ശിവൻ എന്ന് എഴുതി, വിഷ്ണു എന്ന് എഴുതി, ഗണപതി എന്ന് എഴുതി, മുരുകൻ എന്ന് എഴുതി, ഇപ്പുറത്ത് എഴുതി വള്ളി എന്ന് എഴുതി, ദേവസേന എന്ന് എഴുതി, പാർവതി എന്ന് എഴുതി. ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഇവിടെ ഉള്ളൂ. വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഈ ഒരേപോലെ. ഞാൻ ഇനി ഇതൊക്കെ വിട്ടേക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാനിപ്പോ എന്റെ പ്രഭാഷണത്തിൽ ഉണ്ടായിട്ടുള്ള, ഞാൻ പറഞ്ഞത് ചിലപ്പം തെറ്റായിരിക്കാം, പക്ഷെ എനിക്ക് കണ്ടപ്പോ തോന്നിയത്, ഇപ്പൊ ഓണാട്ടുകാരൻ, ഞാൻ ഓണാട്ടുകാരന്റെ പ്രഭാഷണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഓച്ചിറ ഉത്സവത്തിന് കാളയുണ്ട്. ആ കാളയിൽ 2 കാളയുണ്ട്. ആ 2 കാളയിൽ ഒരു കാളയ്ക്ക് വെള്ള തുണിയും രണ്ടാമത്തെ കാളയ്ക്ക് ചുവപ്പ് തുണിയാണ് ചുറ്റുക, പട്ട്. അത് രണ്ടും എന്തിനാ സൂചിപ്പിക്കുന്നത്? ഒന്ന് ശിവൻ, ഒന്ന് പാർവതിയാന്ന്, ഒന്ന് പുരുഷൻ, ഒന്ന് പ്രകൃതിയാന്ന്. അവർ ഇത്ര നാളത് ചുമന്നുകൊണ്ട് പോകുമ്പോ അവരിത് അറിയുന്നില്ല. എന്ത് ഞങ്ങൾ കൊണ്ടുപോയി ബ്രഹ്മതത്വത്തെയാണ് ഈ പറയുന്നുണ്ടല്ലോ മേൽപ്പത്തൂര്, ഈ ബ്രഹ്മതത്വം ഗുരുവായിരിക്കുന്നു, ആ ബ്രഹ്മതത്വത്തെയാണ് ഈ കാളായിട്ട് കൊണ്ടുപോകണം. നീ ചെറിയ കാര്യമല്ല അത്. നമ്മുടെ ധർമ്മത്തില് എപ്പോഴൊക്കെ ശിവനുണ്ട് അവിടെ ശക്തിയുണ്ട്, ശക്തിയുള്ളത് ശിവനുണ്ട്. നമുക്ക് മാറ്റി കാണുന്ന ഒരു ഏർപ്പാടേ നമുക്കില്ലല്ലോ. ഒരു ശിവക്ഷേത്രം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ശിവനാണെങ്കിൽ പോലും അതിന്റെ പുറകു ഭാഗത്ത് പോയിട്ട് നമ്മൾ തൊഴുന്ന ആരെയാണ്? പാർവതിയാണ്. ആ ഭാഗത്ത് പാർവതിയുടെ സങ്കല്പം ഉണ്ട് എന്നാണ് സങ്കല്പം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം എവിടെയെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അത് സനാതനധർമ്മത്തിലാണ്. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ എല്ലാ ദേവതകളും ജപിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ മറ്റേ ഈ മനുസ്മൃതി മാത്രം കാണുന്ന ആൾക്കാർ ഇത് കാണില്ല. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ എല്ലാ ദേവതകളും ജപിക്കുന്നു എന്ന് എഴുതി വെച്ചത് അവർ കാണില്ല. എത്ര നാരിഷ്ഠ പൂജ്യന്തേ അവർ കാണില്ല. അവര് മറ്റേ സാധനം കാണുള്ളൂ. ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ, ഈ കുലത്തിൽ ജനിക്കുന്നതല്ലേ. ഇത് കാണാതെ അത് കാണുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് അങ്ങ് നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയത്. ഇത്രയും നേരം ഒരു പോഡ്കാസ്റ്റിനൊക്കെ അപ്പുറത്തേക്ക് കുറേ അറിവുകൾ പകർന്നു കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് തരത്തിലുള്ള പുതിയ കുറേ കാര്യങ്ങൾക്ക് വ്യക്തത വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അങ്ങ് ഈ തിരക്കിനിടയ്ക്കും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. എന്തായാലും ഇനിയും ഭാഗ്യം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും.